ഇവിടെ ഒരു കാര്യം കൂടി വളരെ പ്രസക്തമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യത കാസൂക്ഷിക്കാൻ വേണ്ടി ഇന്ത്യയുടെ സുപ്രീം കോടതി ഒരു നിർദ്ദേശം വെച്ചിരുന്നു. സുപ്രീം കോടതി വെക്കുന്ന നിർദ്ദേശം നിയമത്തിന് തുല്യമാണ്. എന്തായിരുന്നു ആ നിർദ്ദേശം? നിങ്ങളെല്ലാം ഓർക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചീഫിനെയും അദ്ദേഹത്തിൻ്റെ 2 സഹപ്രവർത്തകരെയും തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം വളരെ ഗൗരവത്തോടുകൂടി നിറവേറ്റേണ്ടതാണ്. അതിന് പ്രധാനമന്ത്രി അധ്യക്ഷത വഹിക്കണം. ആ 3 അംഗ അന്വേഷണ സംവിധാനത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് പുറമേ പ്രതിപക്ഷ നേതാവ് വേണം. പിന്നെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിൻ്റെ സേവനവും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളെയും ചെയർമാനെയും തിരഞ്ഞെടുക്കാനുള്ള സമിതിക്ക് വിട്ടുകൊടുക്കാൻ സുപ്രീം കോടതി സന്നദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനൊരു സംവിധാനം ഉണ്ടാക്കണമെന്ന് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ബെഞ്ച് പറഞ്ഞു. എന്താണ് നരേന്ദ്രമോദിയും ഗവൺമെൻറ്റും ചെയ്തത്? അതിനെ കീറി ചവറ്റുകൊട്ടയിലിട്ടിട്ട് ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നു കേന്ദ്ര ഗവൺമെൻറ്. ആ ഓർഡിനൻസ് പ്രകാരം പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന കേന്ദ്ര ക്യാബിനറ്റിലെ ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ എൻ്റെ പച്ച മലയാളം 3/2 ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിൽ കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ട്. 3/2 ഭൂരിപക്ഷം. അങ്ങനെ ഏകപക്ഷീയമായി RSS നിയന്ത്രിക്കുന്ന കേന്ദ്ര BJP ഗവൺമെൻറ് ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള നോക്കി തങ്ങൾക്ക് വശംവദരായി നിൽക്കുമെന്ന് ക്ഷമിക്കണം ഈ പറയുന്നതിൽ. സുപ്രീം കോടതി നിർദ്ദേശം തള്ളിക്കളഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി ഗവൺമെൻറ് ചെയ്തത് തങ്ങൾക്ക് വിധേയരായി നിൽക്കുമെന്ന് ഉറപ്പുള്ള 3 പേരെ നിയമിച്ചിരിക്കുകയാണ്. ആ ഉദ്യോഗസ്ഥന്മാരാണ് ഈ തോന്നിയവാസങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനമായി എനിക്ക് കിട്ടിയ ഒരു വിവരം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് തയ്യാറാകുന്നതിൻ്റെ ഭാഗമായി വിവിധ തലത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗങ്ങൾ ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് വിളിച്ചു ചേർക്കുകയുണ്ടായി. അതിൽ BLOമാർ മുതൽ എന്ന് പറഞ്ഞാൽ ബൂത്ത് ലെവൽ ഉദ്യോഗസ്ഥന്മാർ മുതൽ വിവിധ തലങ്ങളിലുള്ളവരെയാണ് വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. അവരോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. വോട്ടർ പട്ടികയിൽ ഈ സ്ഥലത്ത് നിങ്ങളുടെ ബൂത്ത് അതിർത്തിയിൽ ഒരു 2 ദിവസം വരെ താമസിച്ചിട്ടുള്ളവരാണ് എന്ന നിലയിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ആരെങ്കിലും അപേക്ഷിച്ചാൽ അവർ അവിടെ ആ ബൂത്ത് മേഖലയിൽ 2 ദിവസം താമസിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ, ആരെങ്കിലും സാക്ഷി പറയാനുണ്ടെങ്കിൽ അവരെ വോട്ടർ പട്ടികയിൽ ചേർക്കാവുന്നതാണ്. ഈ നിർദ്ദേശമാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ കഴിഞ്ഞ 2 മാസങ്ങൾക്കിടയ്ക്ക് വിളിച്ചു ചേർത്ത യോഗങ്ങളിൽ നൽകിയത്. എന്താ ഇതിൻ്റെ അർത്ഥം? ഒരു ഭാഗത്ത് SIR വഴി ലക്ഷക്കണക്കിന് ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടിമാറ്റുന്നു. മറുവശത്ത് ഒരു ബൂത്ത് അതിർത്തിയിൽ 2 ദിവസം മുമ്പ് വരെ മാത്രം കാണപ്പെട്ടവർ അവരെപ്പോലും വോട്ടർ പട്ടികയിൽ ചേർക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നു. എന്തായിരുന്നു ഇതുവരെ നടന്നു വന്നിരുന്ന വഴക്കം? നിങ്ങൾ അന്വേഷിച്ചാൽ മതി. ഒരു സ്ഥലത്ത് 6 മാസമെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ളവരെയാണ് അവിടുത്തെ ബൂത്തിലെ വോട്ടർ പട്ടികയിൽ ചേർക്കാൻ കഴിയുമായിരുന്നത്. അത് മാറ്റിയിട്ടാണ് 2 ദിവസം ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലടക്കം നടന്നതായി ഇപ്പോൾ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. 30,000-ലധികം വോട്ടുകൾ കൃത്രിമമായി ഇവിടെ പരിസര പ്രദേശങ്ങളിൽ നിന്നും ചേർത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തെ തൊട്ടുകിടക്കുന്ന വ്യത്യസ്ത അസംബ്ലി മണ്ഡലങ്ങളിലും വോട്ട് ചെയ്തു. തൃശ്ശൂർ ഈ നഗരത്തിൽ വന്നും അവർ വോട്ട് ചെയ്തു, വ്യാജ മേൽവിലാസങ്ങൾ നൽകിക്കൊണ്ട്. ഇത് വളരെ വിശ്വാസയോഗ്യമായി മനസ്സിലാക്കിയ ഒരു കാര്യം ഒരു വിമർശനമായിട്ട് ഉന്നയിക്കുകയാണ്. അതിൻ്റെ കൂടുതൽ വസ്തുതകൾ നിങ്ങളാണ്, മാധ്യമങ്ങളാണ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇത് സംബന്ധിച്ച് വിശദീകരണങ്ങൾ നൽകാനുണ്ട്.